ചെപ്പാട് പള്ളിയിൽ കുരിശ് തകർത്തതിന് പിന്നിൽ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് ഓർത്തഡോക്സ് സഭ. പല വിവാദങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടക്കുന്നത്. സാവകാശം നൽകാതെ കുരിശ് പൊളിച്ച് മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും സഭാ നേതൃത്വം ആവശ്യപ്പെട്ടു. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങളും പൊളിക്കേണ്ടി വരില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം 29/7/2021 രേഖാമൂലം സഭയെ അറിയിച്ചിരുന്നതായി മലങ്കര ഓർത്തഡോക്സ് സഭ ഓർമ്മിപ്പിക്കുന്നു. സഹനത്തിന്റെ പ്രതീകമായ കുരിശ് എന്നത് വിശ്വാസിക്ക് പ്രത്യാശയും പ്രതീക്ഷയുമാണെന്ന് അറിവില്ലാത്തവരല്ല ഉദ്യോഗസ്ഥർ. എന്നിട്ടും കുരിശ് തകർത്തതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ട്. പല വിവാദങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമമാണ് നടന്നത്. സാവകാശം നൽകാതെ കുരിശു പൊളിച്ച് മതവികാരത്തെ വ്രണപ്പെടുത്തിയെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും സഭയുടെ മാധ്യമ വിഭാഗം തലവൻ ഡോക്ടർ യൂഹാനോൻ മാർ ദിയസ്കോറോസ് മെത്രാപ്പോലീത്ത ആവശ്യപ്പെട്ടു. ദേവാലയത്തിന്റെ മുന്നിലുള്ള മതിൽക്കെട്ടുകളും അതിന് മുന്നിലുള്ളതായ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതായ കുരിശടിയും ആരും അറിയാതെ നിയമപരമായ കാര്യങ്ങൾ നിർവഹിക്കാതെ ദേവാലയത്തോട് ഒന്നും മിണ്ടാതെ വന്ന് റവന്യൂ അധികാരികളും പോലീസ് അധികാരികളും ചേർന്ന് പൊളിച്ച് മാറ്റിയത് നാടിനെ വ്രണപ്പെടുത്തി, മലങ്കര സഭയെ വ്രണപ്പെടുത്തി, വിശ്വാസികളുടെ മനസ്സിനെ വേദനിപ്പിച്ചു. നിയമ നടപടികൾ കൃത്യമായി പൂർത്തീകരിക്കാതെ, ചുമതലപ്പെട്ടവരെ കാര്യങ്ങൾ അറിയിക്കാതെ, ആരും കാണാതെ ഒളിച്ചു വന്ന് ദേവാലയത്തിന്റെ കുരിശ് സൗധത്തെ ദേവാലയത്തിന്റെ മതിൽക്കെട്ടിനെയും തകർത്ത് കളഞ്ഞ സംഭവം പ്രതിഷേധാർഹമാണ്. സംഭവം മതവിശ്വാസത്തിന് നേരെയുള്ള ബുൾഡോസർ രാജാണ്. മതേതര കേരളത്തിന്റെ ഹൃദയത്തിലേറ്റ മുറിവാണ്. പൗരാണികമായ കുരിശ് തകർക്കുന്ന ദൃശ്യങ്ങൾ ക്രൈസ്തവരെ മാത്രമല്ല വിശ്വാസികളായ ഏവരെയും ഞെട്ടിച്ചു. നിയമപരമായ നടപടിക്രമം പൂർത്തീകരിച്ച് നാട്ടിൽ വികസനം സൃഷ്ടിക്കുന്നതിന് സഭ ഒരു കാലത്തും എതിരല്ലെന്നും ചാത്തമറ്റം പള്ളിയുടെ സ്ഥലം റോഡ് വികസനത്തിനായി വിട്ടുനൽകി മാതൃക തീർത്ത വിശ്വാസി സമൂഹമാണ് സഭയുടേതെന്നും ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കി. ജനം, കോട്ടയം.